അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കരാറിലുണ്ട്. കേരളം ലംഘിച്ചു എന്നങ്ങനെ അദ്ദേഹം പറയാം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ കരാർ ലംഘിച്ചെന്ന AFA മാർക്കറ്റിംഗ് മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സന്റെ ആരോപണം നിഷേധിച്ച് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്നും സ്പോൺസർമാരാണ് അർജന്റീന ടീമുമായി കരാർ ഒപ്പിട്ടിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. കരാറിലുള്ള വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് കരാറിൽ തന്നെയുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കരാർ ലംഘനം. കേരളം കരാർ ലംഘിച്ചു എന്ന് എങ്ങനെയാണ് അദ്ദേഹം പറയുകയെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ ചോദിച്ചു. ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരാറിന്റെ ലംഘനമാണ്. അതുകൂടി മനസ്സിലാക്കാം. ആ കരാറിൽ പ്രത്യേകമുണ്ട്. കരാറിലുള്ള വിശദീകരണങ്ങൾ പുറത്ത് പത്രക്കാർ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പറയണ്ട. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ കരാറിലുണ്ട്. കേരളം ലംഘിച്ചു എന്നങ്ങനെ അദ്ദേഹം പറയാം. അപ്പോൾ ആ വാർത്ത ശരിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. കേരളത്തിൽ നമ്മുടെ മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മളാരും ഈ ഒരു സംവിധാനത്തിൽ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. അർജന്റീന ലോകകപ്പ് വന്ന സമയത്ത് ഇത്രയും അധികം ആരാധകർ ഫുട്ബോളിനുണ്ടായിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ലോക ചാമ്പ്യൻ അടക്കമുള്ള ടീമിനെ കേരളത്തിൽ കളിപ്പിക്കുക, അത് ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും ആഗ്രഹമാണ്. അതിന് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് 100 കോടിയോ 200 കോടിയോ എടുത്ത് ചിലവഴിക്കണമെന്ന് കഴിയില്ല. അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, സർക്കാർ അത് ചെയ്യുകയും ചെയ്യും. അതിന് ബന്ധപ്പെട്ട സ്പോൺസേഴ്സിനെ കണ്ടെത്തുക. ആദ്യം നമ്മൾ സ്പോൺസറെ കണ്ടെത്തി. ആ സ്പോൺസർ എലിജിബിളായിരുന്നു ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അറിയിച്ചു. ആ സ്പോൺസർ അവരെ അറിയിച്ചു, നിങ്ങൾ എലിജിബിളാണെന്ന് അറിയിച്ചു. അപ്പോൾ ഇതാണ് വസ്തുത എന്നിരിക്കെ സുതാര്യമായ രീതിയിൽ നമ്മൾ ഇവരെ കൊണ്ടുവരികയും കേന്ദ്ര സർക്കാരിൻ്റെ, റിസർവ് ബാങ്കിൻ്റെ, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ, കേന്ദ്ര സ്പോർട്സ് മന്ത്രാലയത്തിൻ്റെ ഇതെല്ലാം അനുമതികളോട് കൂടി മാത്രമേ അവരെ ക്ഷണിക്കാനും പണം അയക്കാനും കഴിയൂ. ഈ ഫോർമാലിറ്റികൾ മുഴുവൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കരാർ ലംഘനം എന്നുള്ള കരാർ ഇവരില്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇത്തരത്തിൽ ഈ ഡേറ്റിന് വേണ്ടി പണം വാങ്ങി ഒരു ഇൻവോയ്സ് തരാതെ പണം കൊടുക്കാൻ കഴിയുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ മനസ്സിലാക്കി കേരളത്തിൻ്റെ താല്പര്യം കൂടി നിങ്ങൾ ആലോചിക്കുക. ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾ വ്യക്തിത്വം നടത്തുക എന്നുള്ളത് ഇതിൽ കൂട്ടിക്കൊടുത്തായിരുന്നു. സംസ്ഥാന സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ല. സ്പോൺസർമാരാണ് അർജന്റീന ടീമുമായി കരാർ ഒപ്പിട്ടിട്ടുള്ളത്. കേരളം അത്തരത്തിലൊരു കരാറിൽ ഒപ്പിട്ടിട്ടില്ലെന്ന് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പണം അടച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു കരാർ ലംഘനമുണ്ടായി എന്ന്. അതിനർത്ഥം കരാറിൽ ഒപ്പിട്ടു എന്നാണ്. അത് കേരളമല്ല, തെറ്റായാണ് പറയുന്നത്. കരാറുള്ളത് സ്പോൺസർമാരുമായി ആണെന്നും മന്ത്രി താനൂരിലെ വസതിയിൽ ഇന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ചാനൽ 10 മലപ്പുറം. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.